ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ ഈ കാണിക്കുന്ന സ്ഥലം നമ്മുടെ തൊടുപുഴ പടിഞ്ഞാറെ കോടിക്കുളം ഞാറക്കാട് മെയിൻ റോഡിനകത്തായിട്ട് ഉള്ളിലേക്ക് ഒരു 400 മീറ്റർ കയറുമ്പോൾ ഉള്ള ഒരു സ്ഥലമാണ് കാണിക്കുന്നത്. നല്ല 1 ഏക്കർ റബ്ബർ തോട്ടമാണ്. അപ്പോൾ അതിനകത്ത് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് നോക്കാം. അതിൽ ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ ഇതൊരു പാടത്തിന് സൈഡിലാണ് ഈ സ്ഥലം കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ഇന്നത്തെ കാലത്ത് ഏറ്റവും നമുക്ക് കിട്ടാത്ത കുറച്ച് കാര്യങ്ങൾ, അതായത് ശുദ്ധമായ വായു, ശുദ്ധമായ വെള്ളം, ഇത് രണ്ടും ഇവിടെ സുലഭമായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലം നമ്മൾ മേടിച്ചാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യം വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് വെള്ളം ആരോഗ്യത്തിന്. അപ്പോൾ അത് ശുദ്ധമായ വെള്ളം, ഒരിക്കലും വറ്റാത്ത വെള്ളം ഈ സ്ഥലത്തുണ്ടെന്നുള്ളതാണ്. കാരണം ഈ സ്ഥലം കൊടുക്കുന്ന ഉടമസ്ഥൻ്റെ വീട് ഈ സ്ഥലത്തിനോട് ചേർന്നാണ് കിടക്കുന്നത്. ആ വീട്ടിൽ നിന്ന് ഒരു 10 അടി മാറിയിട്ടാണ് നമ്മൾ 10 അടി വിട്ടിട്ടാണ് ഈ 1 ഏക്കർ അളന്ന് തരുന്നത്. അപ്പോൾ ആ വീട്ടിലുള്ള കിണറിൽ വെള്ളം, അതായത് ഇവിടെ ഏറ്റവും കൂടുതൽ ജലത്തിന് ക്ഷാമം വന്ന ഒരു സമയമെന്ന് പറഞ്ഞാൽ 1987 പുള്ളി പറയുന്നത്. ആ സമയത്ത് പോലും ഈ കിണറ്റിൽ വെള്ളം പറ്റിയിട്ടില്ല. അപ്പോൾ അതുപോലെ വറ്റാത്ത വെള്ളമുള്ള ഒരു സ്ഥലമാണ്. അപ്പം ഇനി നമ്മളൊരു സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യം വെള്ളമുള്ള സ്ഥലമാണ്. അപ്പോൾ അതിവിടെ ധാരാളമുണ്ട് എന്നുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത ഇവിടെ ഉണ്ട്. ശുദ്ധമായ വായു, ഇത് പാടത്തിന് സൈഡിലാണ് ഈ സ്ഥലം. അപ്പോൾ നമുക്ക് ഇനി ആ സ്ഥലത്തിൻ്റെ ബാക്കി കാഴ്ചകളിലേക്കൊന്ന് കിടക്കാം. ഇവിടെയാണ് നമ്മളിപ്പോൾ നിന്നില്ല, അവിടെ നിന്ന് തുടങ്ങി ഇതിപ്പം തട്ടായിട്ട് റബ്ബർ തോട്ടമാണേ. നല്ല നിരന്ന സ്ഥലമാണ്, നല്ല സ്ഥലമാണ്. 130 റബ്ബർ മരങ്ങളുണ്ട് ഇതിനകത്ത്. ഈ കാണുന്ന ഇവിടെ നിന്ന് അങ്ങനെ മുകളിലേക്ക് ആണ് ഇതിൻ്റെ അതിര് കിടക്കുന്നത്. ഞാനത് ചുറ്റി നടന്ന് കാണിച്ചു തരാം. ബാക്കി ഇതിനകത്ത് എന്തൊക്കെ മരങ്ങളും വല്ലതും ഉണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. തട്ടായിട്ട് തിരിച്ചിരിക്കുകയാണ്, നല്ല കയ്യാല കെട്ടി നല്ല തട്ടായിട്ട് തിരിച്ചിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് വെള്ളമൊന്നും ഒരിക്കലും ഈ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ഒഴുകി, ഒരുപാട് വെള്ളം ഒഴുകി പ്രശ്നം ഉണ്ടാക്കില്ല, ഒഴുകി പോകില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു സത്യം. അപ്പോൾ ഇതിലെയാണ് മുകളിലേക്ക് കയറണം. നമുക്കൊന്ന് നോക്കാം ഓരോ തട്ടിൽ. ഇപ്പോൾ നമ്മൾ ആദ്യം കണ്ടത് ആദ്യത്തെ തട്ടാണ്. അത് കഴിഞ്ഞ് ദേ ഇവിടെ ഇങ്ങനെ കയറി എല്ലാ അതിരും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ വസ്തുവിലുള്ളത് 130 റബ്ബർ മരങ്ങളും പിന്നെ 2 ആഞ്ഞിലി, ഇതൊരെണ്ണം, ഇച്ചിരി മുഴുത്ത വലിയ ആഞ്ഞിലിയാണ്. പിന്നെ ഒരു ചെറുത് വേറെ ഉണ്ട്, അത് കാണിച്ചു തരാം. ഈ 130 റബ്ബർ മരം എന്ന് പറയുമ്പം നമുക്കൊരു ആവറേജ് ഒരു 10 മരത്തിന് ഒരു ഷീറ്റ് വെച്ച് നമുക്ക് പ്രതീക്ഷിക്കാം. അതായത് ഈ പ്രദേശത്തൊക്കെ നല്ല പാലുള്ള മരങ്ങളാണ്. അപ്പം 130 മരം എന്ന് പറയുമ്പോൾ ഏതാണ്ട് 9 കിലോ നമുക്ക് ഒരു ദിവസം പെർ ഡേ നമുക്ക് ഷീറ്റ് കിട്ടും. ഇതാണ് ഒരതിര് നമുക്ക് നമ്മുടെ വസ്തുവിൻ്റെ ഒരതിര്. പിന്നെ ഇവിടെ നേരെ മുകളിലേക്ക് ഇത് അതിന് നേരെ ഓപ്പോസിറ്റ് അങ്ങനെ അതിര് കിടക്കുക. ഞാൻ നേരത്തെ പാടത്തിൻ്റെ സൈഡിലാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളാരും ഈ പാടത്തിൻ്റെ ആ ലെവലിലാണ് സ്ഥലം കിടക്കണമെന്ന് തെറ്റിദ്ധരിച്ചേക്കരുത്. കാരണം 2018 പോലത്തെ ഒരു പ്രളയം വന്നു കഴിഞ്ഞാൽ അയ്യോ ഇനി വെള്ളം കയറിപ്പോവോ എന്ന് വിചാരിക്കുന്നുണ്ട്.
എന്ന് വിചാരിക്കരുത്. കാരണം ഇത് പാടത്തിൻ്റെ ആ ലെവലിൽ നിന്ന് ഏകദേശം ഒരു 10-12 അടി ഉയർന്നാണ് സ്ഥലം കിടക്കുന്നത്. അതുകൊണ്ട് എങ്ങനെ ഇനി വെള്ളം വന്നാലും നമ്മുടെ ഈ സ്ഥലത്തിനെ ബാധിക്കില്ല. പക്ഷേ എന്നാൽ ഈ പാടത്തിൻ്റെ ആ സൈഡിൽ കിടക്കുന്ന ഒരു സ്ഥലത്തിൻ്റേതായിട്ടുള്ള എല്ലാ ഗുണങ്ങളും നമുക്ക് കിട്ടുകയും ചെയ്യും. ആ പ്ലാസ്റ്റിക് ഇട്ടിരിക്കുന്ന റബ്ബർ മരങ്ങൾ നിൽക്കുന്നത് ഒരതിരാട്ടോ, അതുകൊണ്ടാണ് ഞാനതങ്ങനെ എടുത്ത് കാണിച്ചത്. ഈ സ്ഥലത്തിൻ്റെ പുറകിൽ കൂടെ വേറൊരു വഴിയും കൂടെ വരുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടോ, അത് ആ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പം അതിനോട് ചേർന്ന് ഈ കാണുന്നതാണ് അതിര്, പുറകിലത്തെ അതിര് ഇതാണ്. അവിടെ ഒരു കയ്യാല കെട്ടിയിട്ടുണ്ട്, ഒരു അതിരിൻ്റെ അത് വ്യക്തമാകാൻ വേണ്ടി. ഈ കാണുന്ന ഈ കയ്യാലയ്ക്ക് ഇപ്പുറത്തേക്കുള്ളതാണ് നമ്മുടെ ഈ സ്ഥലം. രണ്ട് തേക്ക് മരമുണ്ട് ഈ വസ്തുവിൽ. അതിൽ ഒരെണ്ണമാണ് ഇത്. അത്ര വലിപ്പമുള്ളതല്ല ഇത്. രണ്ടാമത്തത് കുറച്ചുകൂടെ വലിപ്പമുള്ള തേക്കാണ്. അപ്പോൾ ഇതാണ് നമുക്ക് രണ്ടാമത്തെ ഒരാഞ്ഞിൽ നിൽക്കുന്നത്. അപ്പം രണ്ടാഞ്ഞിലിയും 2 തേക്ക്, 2 പ്ലാവ്, ഇതാണ് ഇതിനകത്ത് വേറെ വൃക്ഷങ്ങൾ നിൽക്കണം. ബാക്കി മൊത്തം റബ്ബറാണ്. ആഞ്ഞിൽ നിൽക്കുന്നതും നമ്മുടെ അതിരിലാണ് ആഞ്ഞിൽ നിൽക്കുന്നത്. അത് ഈ പറമ്പിൽ ആണ് ഈ ആഞ്ഞിൽ വരുന്നത്. പിന്നെ അവിടെ നിന്ന് അങ്ങനെ അതിരവിടെ നിന്ന് തിരിഞ്ഞ് ഇങ്ങനെ വരികയാണ്.
നല്ല നിരന്ന് കിടക്കുന്ന പ്രദേശമാണ്. തട്ടായിട്ട് തിരിച്ച് നല്ല നിരത്തി നേരത്തെ അവർ കൃഷി ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പം 130 റബ്ബർ മരങ്ങളുണ്ട്. അത്യാവശ്യം നല്ലൊരു വരുമാനം ഈ തോട്ടത്തിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നേരത്തെയൊക്കെ റബ്ബറിന് വളരെ വിലക്കുറവായിരുന്നു, പക്ഷേ ഇപ്പം അതൊക്കെ മാറി. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വിലയുണ്ട്. അപ്പോൾ ഒരു കുടുംബത്തിന് നമുക്ക് ജീവിച്ച് പോകാനുള്ള ഈ തോട്ടത്തിൽ നിന്ന് തന്നെ വരുമാനം കിട്ടും. അപ്പോൾ ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന കയ്യാല ഒരു അതിരാട്ടോ. ഞാൻ ആ അതിരിൽ കൂടെയാണ് ഇങ്ങനെ പോകുന്നത്. നിങ്ങൾക്കൊരു വ്യക്തത വരാൻ വേണ്ടിയാണ്. ഈ പറമ്പിൽ നിൽക്കുന്ന ഒരു പ്ലാവാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഇത് വരിക്കപ്ലാവാണ്. മൊത്തം 2 പ്ലാവ് ഉണ്ട് ഇതിനകത്ത് ഈ പറമ്പിൽ. അപ്പോൾ ഈ കാണുന്ന ഈ കയ്യാലയുടെ താഴേക്ക് ഉള്ളത് അവരുടെ വീടാണ്. അപ്പോൾ ആ വീടും 10 സെൻറ്റ് സ്ഥലവും അവർ കൊടുക്കുന്നില്ല. അപ്പോൾ അത് വിട്ടിട്ടാണ് ബാക്കി 1 ഏക്കർ സ്ഥലം കൃത്യമായിട്ട് അളന്ന് തിട്ടപ്പെടുത്തി തരും. അപ്പോൾ ഈ കയ്യാലയുടെ താഴേക്ക് കാണുന്ന അവരുടെ വീടും ബാക്കി സ്ഥലമാണ്. അപ്പം നിങ്ങളിത് കണ്ടല്ലോ, ആ തോട്ടത്തിൻ്റെ എല്ലാ അതിരിലൂടെയും പോയി ഞാൻ എടുത്തേക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ മൊത്തം കണ്ടു കാണും. ഇത് കണ്ടോ, നല്ല സ്ഥലമാണ്. റോഡ് സൗകര്യമുണ്ട്. എന്നാൽ ഈ റോഡിൻ്റെ യാതൊരു മെയിൻ റോഡിൻ്റെ ഒരു ശല്യങ്ങളോ ഒന്നും ഇല്ലാത്ത നല്ല മനോഹരമായ സ്ഥലം. അപ്പോൾ വെള്ളം എല്ലാ സൗകര്യമുണ്ട്. ഒരിക്കലും പറ്റാത്ത വെള്ളം, അത് ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഇതിന് നമ്മുടെ വീട്ടുടമസ്ഥൻ ചോദിക്കുന്നത് ഒരു സെൻറ്റിന് 60,000 രൂപ വെച്ചാണ് ചോദിക്കുന്നത്. ഒരു ലൈറ്റായിട്ട് എന്തെങ്കിലും ഒരു നെഗോഷ്യബിൾ ആയിരിക്കും, പക്ഷേ ഒരുപാട് പൈസയൊന്നും ഇതിനകത്ത് കുറയില്ല. കാരണം അത്രയ്ക്ക് നല്ല സ്ഥലമാണ്. ഒരു മെയിൻ റോഡ് സൈഡിൽ നിന്നൊക്കെ കുറച്ച് ഉള്ളിലേക്ക് കയറിയിട്ട് ഇങ്ങനെ ഒരു സ്ഥലം മേടിച്ച് താമസിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് പറ്റിയൊരു സ്ഥലമാണ്. കാരണം വെള്ള സൗകര്യം, റോഡ് സൗകര്യം, നല്ല നിരന്ന സ്ഥലം, അത്യാവശ്യം സ്ഥലത്തുനിന്ന് വരുമാനം, അപ്പോൾ എല്ലാം ഉണ്ട്. ഇത് ആ വസ്തുവിലുള്ള വേറൊരു പ്ലാവാണ്. ഇത് കൂഴ പ്ലാവാണ്. അപ്പോൾ എല്ലാ സൗകര്യങ്ങളുള്ള സ്ഥലമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്ഥലം ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.
അത് നേരിട്ട് കാണാനുള്ള സാഹചര്യം ഒരുക്കി തരും. അപ്പം വിലയുടെ കാര്യം ഇതാണ്. സെൻറ്റിന് 60,000 രൂപയാണ് ചോദിക്കുന്നത്. എന്തെങ്കിലും ഒരു വ്യത്യാസം അതിനകത്ത് കച്ചവടത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും മാറ്റിത്തരും. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയൊരു സംഭവമുണ്ട്. ഇതിനകത്ത് ഒരു 4 ജാതി നല്ല മൂന്നാം വർഷം, അതായത് കാച്ച് തുടങ്ങിയത്. ഈ ജാതി മരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു 4 നല്ല ജാതി ഉണ്ടെങ്കിൽ ഒരു ഫാമിലിക്ക് സുഖമായിട്ട് ജീവിച്ചു പോകാം എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഇത് 3-ാം വർഷത്തെ കാച്ച് തുടങ്ങി. അപ്പോൾ ഇനി ഓരോ സമയത്തും ഇത്, അതായത് ഓരോ വർഷം കഴിയും തോറും ഈ കാ കൂടുകയുള്ളൂ. ജാതിയുടെ ഒരു പ്രത്യേകതയാണത്. ജാതി എന്തോരം പ്രായമാവോ അത്രയും നന്നായിട്ട് കാച്ച് തുടങ്ങും. ഇത് കണ്ടോ, ഇപ്പം നന്നായി അത്യാവശ്യം കാച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. 3 വർഷമായി. 4 ജാതി. പിന്നെ അതിനകത്ത് 4 തെങ്ങും ഉണ്ട്. ഹൈബ്രിഡ് ഇനമാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ ഈ വസ്തുവിൽ 1 ഏക്കർ വസ്തുവിൽ വരുന്നത് 4 ജാതി, 4 തെങ്ങ്, 130 റബ്ബർ മരങ്ങൾ, 2 തേക്ക്, 2 ആഞ്ഞിലി, 2 പ്ലാവ്, പിന്നെ ഇവിടെ കുറച്ച് കൊക്കോയുണ്ട്. അപ്പോൾ ഇത്രയും വൃക്ഷങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വരുമാനം കിട്ടുന്ന ഒരു വസ്തുവാണ്. തീർച്ചയായിട്ടും താല്പര്യമുള്ളവർ വിളിക്കുക, കോൺടാക്റ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക്